ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് SSLC ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത് എഴുതിയിരിക്കുന്നത് വാഡിസ്വാസ് സ്പിൽസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഈ ഒരു സ്പിൽസ്മാൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിനെ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് അദ്ദേഹം എഴുതിയിരുന്നു. അതിൻ്റെ ഒരു അഡാപ്റ്റഡ് വേർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിൻകാലത്ത് ദ പിയാനിസ്റ്റ് എന്ന പേരിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഒരു സിനിമയായിട്ട് ഇംഗ്ലീഷിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ ഒരു എന്താ പറയുക അഡാപ്റ്റേഷനാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മെമ്മയറിൽ നിന്നുള്ള ഒരു അഡാപ്റ്റേഷനാണ്. നമുക്കാദ്യം എബൌട്ട് ദി ഓതർ എന്ന് നോക്കാം. വാഡിസ്വാസ് സ്പിൽസ്മാൻ 1911-2000. അപ്പോൾ നമ്മുടെ എഴുത്തുകാരൻ ജനിക്കുന്നത് 1911 അദ്ദേഹത്തിൻ്റെ മരണം 2000 വാസ് എ പോളിഷ് പിയാനിസ്റ്റ് ആൻഡ് ക്ലാസിക്കൽ കമ്പോസർ. അപ്പോൾ അദ്ദേഹം ഒരു പിയാനിസ്റ്റ് ആയിരുന്നു. എവിടെ നിന്നുള്ള? പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുള്ള ഒരു പിയാനിസ്റ്റ് ആയിരുന്നു, ക്ലാസിക്കൽ കമ്പോസർ, അതുപോലെ ഒരു മ്യൂസിക് കമ്പോസർ കൂടിയായിരുന്നു. ഹിസ് മെമ്മയർ ദ പിയാനിസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1946. 1946 അദ്ദേഹം ദ പിയാനിസ്റ്റ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു. ദ ബുക്ക് വാസ് അഡാപ്റ്റഡ് ഇൻ ടു ദ ഫിലിം ബൈ റോമൻ പൊലൻസ്കി ഇൻ 2002. 2002 റോമൻ പൊലൻസ്കി എന്ന് പറയുന്ന ഡയറക്ടർ ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ആ പുസ്തകത്തെ ഒരു സിനിമയായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. സ്പിൽസ്മാൻ കമ്പോസ്ഡ് ഓവർ 500 വർക്ക്സ് ഇൻക്ലൂഡിംഗ് പിയാനോ പീസസ്, സോങ്സ് ആൻഡ് ഫിലിം സ്കോർസ്. അപ്പോൾ അദ്ദേഹം ഏകദേശം 500ഓളം ഈ മ്യൂസിക്കൽ ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൽബങ്ങൾ എന്ന് പറയുമ്പോൾ പിയാനോ കൊണ്ടുള്ള പിയാനോ പീസസ്, അതുപോലെ പാട്ടുകൾ, അതുപോലെ സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, ഇങ്ങനെ പറഞ്ഞിട്ട് 500ഓളം വർക്കുകൾ അദ്ദേഹം സംഗീത ലോകത്തിന് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പഠിക്കാനുള്ള ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കഥയല്ല, പകരം സ്പിൽസ്മാൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഇൻസിഡൻറ്റുകളാണ്. അതും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ പോളണ്ടും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും നമ്മളുടെ റഷ്യ എന്ന് പറയുന്ന രാജ്യവും ഒന്നിച്ചായിരുന്നു. അവർ പോരാടിക്കൊണ്ടിരുന്നത് ജർമ്മനിക്കെതിരായിരുന്നു. അപ്പോൾ സ്പിൽസ്മാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു പോളണ്ടുകാരനായ ഒരു ജൂതമതക്കാരനായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് വേൾഡ് വാറൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ അറിയാം, ജർമ്മൻകാർ ഈ ജ്യൂസിനെയൊക്കെ കൊന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു ദുരനുഭവങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ആറ്റിക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മച്ചിൻപുറം അല്ലെങ്കിൽ തട്ടിൻപുറം എന്ന അർത്ഥത്തിലാണ് ആറ്റിക് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഈ മെമ്മയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ സ്പിൽസ്മാൻ ഒരു ജർമ്മൻ പട്ടാള ഓഫീസറുടെ മുന്നിൽ പെട്ടുപോവാണ്. അങ്ങനെ അവിടെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്ന് പെട്ടുപോയ ശേഷം പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു മെമ്മയറിലൂടെ പറയുന്നത്. നമുക്കെന്തായാലും ഈ മെമ്മയർ ഒന്ന് വായിക്കാം. ഐ സ്ലംഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. ലാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സ്റ്റോറേജ് റൂമിനെയാണ് നമ്മൾ ലാഡർ എന്ന് പറയാം. സ്ലംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു വീഴുക. അപ്പം ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിൽ ഒരു ചെറിയ സ്റ്റോറേജ് റൂം ഉണ്ടായിരുന്നു. അതിന് മുൻപിലായിട്ടൊരു കസേര ഉണ്ടായിരുന്നു. ആ കസേരയിലേക്ക് ഞാൻ എന്ത് ചെയ്തു? കുഴഞ്ഞങ്ങനെ വീണു. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽട്ടി. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ്, ഞാൻ വിക്കി കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപായിരുന്നു ഞാൻ ആ ഒരു കസേരയിലേക്ക് കുഴഞ്ഞു വീണത്. ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. എന്നിട്ട് ഞാൻ വിക്കിക്കൊണ്ട് ആ ഓഫീസറിനോട് ഞാൻ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾക്ക് എന്താണോ താല്പര്യം, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, അതുപോലെ നിങ്ങൾ ചെയ്തോളൂ, എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. ഞാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദ ഓഫീസർ സെഡ്. അപ്പോൾ എൻ്റെ മുൻപിൽ നിന്ന് ആ ഓഫീസർ എന്നോട് തിരിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവുമില്ല. ദെൻ ഹി ആസ്ക്ഡ് മീ. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, വാട്ട് ഡു യു ഡു ഫോർ ലിവിങ്? നിങ്ങൾ എന്താണ് ജീവിക്കാൻ വേണ്ടി ചെയ്യാറുള്ളത്? നിങ്ങളുടെ ജോലി എന്താണ്? ഐ എം എ പിയാനിസ്റ്റ്. അപ്പോൾ നമ്മളുടെ സ്പിൽസ്മാൻ പറഞ്ഞു, ഞാനൊരു പിയാനിസ്റ്റാണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. എന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ഓഫ് ദ റൂം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ നോട്ടം പതിയെ എൻ്റെ മുറിയിലേക്കായി. ആൻ ഐഡിയ സീം ടു ഹാവ് സ്ട്രക്ക് ഹിം. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഐഡിയ വന്നു. കം വിത്ത് മീ, വിൽ യു? നീ എൻ്റെ കൂടെ വരൂ, നീ വരില്ലേ എന്ന് എന്നോട് ചോദിച്ചു. വി വെൻറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം വേർ ദ പിയാനോ സ്റ്റുഡ് ബൈ ദ വാൾ. അങ്ങനെ പിയാനോ ഇരിക്കുന്ന അടുത്തൊരു മുറിയിലേക്കാണ് ഞങ്ങൾ പോയത്. ദ ഓഫീസർ പോയിൻറ്റഡ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്. ഓഫീസർ കൈ ഇങ്ങനെ എടുത്ത് ചൂണ്ടി ആ ഒരു പിയാനോയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, പ്ലേ സംതിങ്. നീ എന്തെങ്കിലും ആ പിയാനോയിൽ വായിക്കി. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. ഞാൻ അദ്ദേഹത്തെ ഒരു സംശയത്തോടു കൂടി ഇങ്ങനെ ഒന്ന് നോക്കി നിന്നു. പക്ഷേ ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്തില്ല. ഹി ഒബ്വിയസ്ലി സെൻസ് മൈ ഫിയേഴ്സ്. അദ്ദേഹത്തിന് എൻ്റെ ഭയം മനസ്സിലായി. സിൻസ് ഹി ആഡഡ് റീഅഷ്യൂറിംഗ്ലി. അദ്ദേഹം എനിക്ക് കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ ആ പിയാനോ വായിച്ചോളൂ.
ഇഫ് എനിവൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ. അപ്പോൾ ഇനി ഈ പിയാനോ വായിക്കുന്ന ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആറ്റിക്കിൽ, നിങ്ങളുടെ ആ ഒരു ചെറിയ സ്റ്റോറേജ് റൂമിൽ കയറി ഒളിക്കാം. ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെൻ്റ് ഔട്ട്. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ പറഞ്ഞോളാം ഞാനാണ് ഈ ഇൻസ്ട്രുമെൻറ്റ് വായിച്ചത് എന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓഫീസർ കുറച്ച് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. വെൻ ഐ പ്ലേസ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷുക്ക്. അങ്ങനെ ആ ഒരു ധൈര്യം കിട്ടിയിട്ട് ഞാൻ ആ പിയാനോ പ്ലേ ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ആ പിയാനോയിൽ എൻ്റെ കൈവിരലുകൾ വെച്ചപ്പോൾ അത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഐ ഹാഡ് ഇൻ പ്രാക്ടീസ് ഫോർ 2.5 years. കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഞാൻ പിയാനോ പ്രാക്ടീസ് ചെയ്തിട്ടേ ഇല്ല. മൈ ഫിംഗേഴ്സ് വർ സ്റ്റിഫ് ആൻഡ് കവേർഡ് വിത്ത് തിക്ക് ലെയർ ഓഫ് ഡേർട്ട്. എൻ്റെ ആ ഒരു കൈവിരലുകളൊക്കെ വളരെ സ്റ്റിഫായിട്ട് ഇങ്ങനെ ബലം പിടിച്ചതുപോലെ ഉണ്ടായിരുന്നു. കവേർഡ് വിത്ത് തിക്ക് ലെയർ ഓഫ് ഡേർട്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ നിറയെ ചെളി പുരണ്ടിരുന്നു. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ എൻ്റെ നഖം പോലും വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. I played Chopin's Nocturne in C sharp minor. When I finished, the silence seemed gloomy and eerie. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, വളരെ ഒരു ഗ്ലൂമി ആയിട്ടുള്ള, ഒരു സാഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ നോട്ട് ഞാൻ അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ ഒരു മ്യൂസിക്കൽ നോട്ട് വായിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു റൂമിൽ മൊത്തത്തിലൊരു നിശബ്ദതയും വല്ലാത്തൊരു സങ്കടഭാവവും ഈറി അതുപോലെ തന്നെ ഒരു ഭയവും ഒക്കെ അവിടെ ഉണ്ടായി. I heard a shot down below outside the building, a harsh loud German noise. പെട്ടെന്ന് പുറത്തു നിന്ന്, താഴെ നിന്ന്, ആ കെട്ടിടത്തിൻ്റെ പുറത്തു നിന്ന് വലിയൊരു വെടിയൊച്ച ശബ്ദം ഞാൻ കേട്ടു. അതുപോലെ തന്നെ ലൗഡായിട്ട് ജർമ്മൻ ഭാഷയിൽ ജർമ്മൻ പട്ടാളക്കാർ സംസാരിക്കുന്ന ശബ്ദവും ഞാൻ കേട്ടു. ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്. അപ്പോൾ എൻ്റെ മുൻപിലുണ്ടായിരുന്ന ഓഫീസർ വളരെ നിശബ്ദനായിട്ട് അദ്ദേഹം എന്നെ നോക്കി നിന്നു. ആഫ്റ്റർ എ വൈൽ ഹി സൈഡ്. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ദീർഘശ്വാസമൊക്കെ വലിച്ചുകൊണ്ട് ആൻഡ് മട്ടേർഡ്, എൻ്റെ അടുത്ത് ഇങ്ങനെ പിറുപിറുക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഓൾ ദ സെയിം യു ഷുഡൻറ്റ് സ്റ്റേ ഹിയർ. എന്തൊക്കെയായാലും നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദി സിറ്റി. ഞാൻ നിങ്ങളെ ഈ സിറ്റിയുടെ പുറത്തേക്ക് കൊണ്ടുപോകാം. ടു എ വില്ലേജ്, ഒരു ഗ്രാമത്തിലേക്ക്. യു വിൽ ബി സേഫർ ദെയർ. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ, ആ ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആയിരിക്കും എന്ന് ആ പട്ടാളക്കാരൻ എന്നോട് പറഞ്ഞു. ഐ ഷുക്ക് മൈ ഹെഡ്. ഐ കാൻ ലീവ് ദിസ് പ്ലേസ്, ഐ സെഡ് ഫേംലി. അപ്പോൾ എന്നോട് ഈ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ തല കുലുക്കിക്കൊണ്ട് ആ ഓഫീസറോട് പറഞ്ഞു, ഐ കാൻ ലീവ് ദിസ് പ്ലേസ്. ഈ സ്ഥലം വിട്ട് എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ല. Only now did he seem to understand my real reason for hiding among these ruins. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് ഞാൻ ഒളിച്ചിരിക്കുന്നത് എന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത്. യു ആർ ജൂയിഷ്, ഹി ആസ്ഡ്. നിങ്ങളൊരു ജൂതനാണോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. യെസ്, ഞാൻ അതേ എന്ന് പറഞ്ഞു. യെസ്, വെൽ, ഹി മർമേർഡ്, ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി കാൺട്ട് ലീവ്. എന്നിട്ട് അദ്ദേഹം പിറുപിറുക്കുന്ന ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി കാൺട്ട് ലീവ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. വേർ ആർ യു ഹൈഡിങ്? എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഇൻ ദ ആറ്റിക്. ഞാൻ പറഞ്ഞു, തട്ടിൻ പുറത്താണ്. ഹി ഇൻസ്പെക്റ്റഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്. അദ്ദേഹം ആ ആറ്റിക്കിലേക്ക്, ആ തട്ടിൻപുറത്തേക്ക് വന്നിട്ട് എല്ലാം ഒന്ന് പരിശോധിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ അവിടെ കണ്ടുപിടിക്കാത്ത ഒരു കാര്യം അദ്ദേഹം കണ്ടുപിടിക്കുകയും ചെയ്തു. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി എബോവ് ദ എൻട്രൻസ് ടു ദ ആറ്റിക്. അതെന്തായിരുന്നു? ഒരു ചെറിയ രഹസ്യ അറയായിരുന്നു. ആ ഒരു തട്ടിൻപുറത്ത് തന്നെ ഒരു രഹസ്യ അറ അദ്ദേഹം കണ്ടുപിടിച്ചു. The officer said he thought I should hide in this loft. എന്നിട്ട് അദ്ദേഹം അത് കണ്ടുപിടിച്ച ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എന്നോട് പറഞ്ഞു. He asked if I had anything to eat. അതിനുശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ കഴിക്കാനായിട്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ? No, I said. അപ്പോൾ സ്പിൽസ്മാൻ പറഞ്ഞു, ഇല്ല, ഭക്ഷണമൊന്നുമില്ല. Well, never mind, he added hastily, I will bring some food. അദ്ദേഹം എന്ത് പറഞ്ഞു? ഓക്കെ, പേടിക്കേണ്ട. എന്നിട്ട് വളരെ വേഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു, ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കുറച്ച് ഭക്ഷണം കൊണ്ടുതരാം. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ. അപ്പോൾ അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം സ്പിൽസ്മാൻ ഉണ്ടായത്. ആർ യു ജർമ്മൻ? എന്നിട്ട് അദ്ദേഹം, നമ്മളുടെ സ്പിൽസ്മാൻ ചോദിച്ചു, ആർ യു ജർമ്മൻ? നിങ്ങളൊരു ജർമ്മൻകാരനാണോ എന്ന് ഈ ഒരു പോലീസ്, ആ ഒരു പട്ടാള ഓഫീസറോട് ചോദിച്ചു. ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ അജിറ്റേഷൻ. വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്. ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ അൻ ഇൻസൾട്ട്. ഞാൻ ചോദിച്ച ചോദ്യം ഒരു ഇൻസൾട്ട് പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. യെസ്, ഐ ആം. അതെ, ഞാനൊരു ജർമ്മനാണ്. ആൻഡ് അഷൈംഡ് ഓഫ് ഇറ്റ്. അത് ഓർത്തിട്ട് എനിക്ക് നാണക്കേടുമുണ്ട്. ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്. ഈ പോളണ്ടിൽ ഞങ്ങളുടെ ഭരണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ജർമ്മൻകാർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് നാണക്കേടും തോന്നുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉത്തരത്തിൽ തന്നെ പറയാനുണ്ടായിരുന്നു. അതായത് അദ്ദേഹം ഈ ജർമ്മൻ പട്ടാളക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എതിരാണ് എന്നുള്ളത് അദ്ദേഹം പറയുമായിരുന്നു. അബ്രപ്റ്റ്ലി, പെട്ടെന്ന് തന്നെ ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്.
അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് അവിടെ നിന്ന് പോയി. 3 days passed before he reappeared. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് അദ്ദേഹം അങ്ങോട്ടേ വന്നത്. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക്. ഒരു വൈകുന്നേര സമയം, പിച്ച് ഡാർക്ക്, നല്ല കുറ്റാക്കൂരി ഇരുട്ടിൽ. വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. അപ്പം ഞാൻ ഒളിച്ചിരിക്കുന്ന ആ ഒരു രഹസ്യ അറയുടെ താഴെയായിട്ട് ചെറിയൊരു ശബ്ദം ഞാൻ കേട്ടു. ഹലോ, ആർ യു ദർ? നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുകയായിരുന്നു. യെസ്, ഐ എം ഹിയർ, ഐ റിപ്ലൈഡ്. അപ്പോൾ സ്പിൽസ്മാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട്. സൂൺ ആഫ്റ്റർവേർഡ്സ്, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ, സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. എന്തോ ഒരു സാധനം ഞാൻ ഇരിക്കുന്നതിൻ്റെ ഭാഗത്തായിട്ട് വന്നു വീണു. ഐ ഫെൽറ്റ് സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ് വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി ജാം റാപ്ഡ് ഇൻ എ ഗ്രീസ് പ്രൂഫ് പേപ്പർ. അപ്പോൾ എന്തായിരുന്നു അങ്ങോട്ടേക്ക് വന്ന് വീണത്? കുറച്ച് ബ്രെഡിൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ജാമും ആയിരുന്നു. അതെങ്ങനെ പൊതിഞ്ഞിരുന്നത്? ഈ ഭക്ഷണമൊക്കെ പൊതിയുന്ന ആ ഓയിലൊന്നും പടരാത്ത രീതിയിലുള്ള ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് അവിടേക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഐ ക്വിക്ലി പുട്ട് ദ പാക്കേജസ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ്. ഞാൻ എൻ്റെ ആ ഭക്ഷണപ്പൊതിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വെയിറ്റ് എ മൊമെൻറ്റ്, ഒന്നിങ്ങനെ കാത്തു നിൽക്കണേ എന്ന് പറഞ്ഞു. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻറ്റ്. അപ്പോൾ താഴെ നിൽക്കുന്ന ആ പട്ടാളക്കാരൻ അതിന് മറുപടി പറഞ്ഞു. അത് ഇംപേഷ്യൻ്റ് ആയിട്ട്, ക്ഷമയില്ലാത്ത രീതിയിലായിരുന്നു. വാട്ട്സ് ഇറ്റ്? എന്താ കാര്യം? ഹറി അപ്പ്, വളരെ പെട്ടെന്ന് പറയൂ. ദ ഗാർഡ് സോ മീ കം ഇൻ ഹിയർ. ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത് അവിടെയുള്ള പട്ടാളക്കാർ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ മസ്റ്റിൻ സ്റ്റേ ലോങ്. എനിക്കിവിടെ അധിക സമയം നിൽക്കാൻ വേണ്ടി പറ്റില്ല. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്. നീ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ, ഈ ഒളിവിൽ തന്നെ കുറച്ച് ആഴ്ചകൾ കൂടി പിടിച്ചു നിൽക്കണം. ദ വാർ വിൽ ബി ഓവർ ബൈ ദ സ്പ്രിങ് അറ്റ് ലേറ്റസ്റ്റ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഒരു യുദ്ധം മിക്കവാറും ഈ സ്പ്രിംഗ് സീസണോട് കൂടിയിട്ട് ഈ യുദ്ധം അവസാനിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നീ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇനി വരുന്ന ആഴ്ചകൾ കാത്തു നിൽക്കണമെന്ന് അദ്ദേഹം, ആ പട്ടാളക്കാരൻ, നമ്മളുടെ പിയാനിസ്റ്റിനോട്, സ്പിൽസ്മാനോട് പറഞ്ഞു. ദ വോയിസ് ഫെൽ സൈലന്റ്. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദർ ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ. യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ? അപ്പോൾ താഴെയുള്ള ആ പട്ടാളക്കാരൻ്റെ ശബ്ദം പെട്ടെന്ന് നിശബ്ദമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ അദ്ദേഹം താഴെ ഉണ്ടോ, അദ്ദേഹം പോയോ എന്ന കാര്യമൊന്നും നമ്മളുടെ സ്പിൽസ്മാന് മനസ്സിലായില്ല. പെട്ടെന്ന് വീണ്ടും പട്ടാളക്കാരൻ്റെ ശബ്ദം കേട്ടു. യു മസ്റ്റ് ഹാങ് ഓൺ, നീ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഡു യു ഹിയർ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം വിളിച്ചു ചോദിച്ചു. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാഷ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇപ്പോൾ പരുക്കനായി മാറിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി വർ ഗിവിങ് ആൻ ഓർഡർ. എനിക്കൊരു ഓർഡർ തരുന്ന പോലെ ആയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത്. കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺഈൽഡിങ് ബിലീഫ് ദാറ്റ് ദ വാർ വുഡ് എൻഡ് വെൽ ഫോർ അസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉറച്ച വിശ്വാസമാണ് അദ്ദേഹം പറയുന്നത്. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യുദ്ധം അവസാനിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹം എനിക്ക് തരികയായിരുന്നു. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വയറ്റ് സൗണ്ട് ഓഫ് ദ ആറ്റിക് ഡോർ ക്ലോസിങ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു തട്ടിൻപുറത്തിൻ്റെ ആ ഡോർ അടയുന്ന ശബ്ദമാണ് പിന്നീട് ഞാൻ കേട്ടത്. മൊനോട്ടണസ്, ഹോപ്പ്ലെസ് വീക്ക് പാസ് ബൈ. അങ്ങനെ എന്ത് ചെയ്തു? വളരെ വിരസമായിട്ടുള്ള, ബോറിംഗ് ആയിട്ടുള്ള കുറച്ച് ആഴ്ചകൾ കടന്നുപോയി. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. ഇപ്പോൾ ആ ഒരു തോക്കിൻ്റെ ആ ഒരു വെടിയുണ്ടകളുടെ ശബ്ദമൊന്നും ഇപ്പോൾ അധികം കേൾക്കാനില്ല. ദർ വർ ഡേയ്സ് വെൻ നോട്ട് എ സിംഗിൾ ഷോട്ട് ബ്രോക്ക് ദ സൈലൻസ്. അതുപോലെ ചില ദിവസങ്ങളിൽ ഒരു വെടിയൊച്ച പോലും കേൾക്കാത്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. സോൾജേഴ്സ് വെൻഡ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയേഴ്സ്. അപ്പോൾ നമ്മളുടെ സ്പിൽസ്മാൻ ഒളിച്ചിരിക്കുന്ന ആ ഒരു കെട്ടിടത്തിൻ്റെ സ്റ്റെയേഴ്സിലൂടെ പട്ടാളക്കാർ മുകളിലേക്ക് വരുന്നതും പോകുന്നതൊക്കെ അയാൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചു. ആൻഡ് ഓഫ്റ്റൻ ബ്രിങ്ങിങ് ലാർജ് പാക്കേജസ് അപ്പ് ടു ദ ആറ്റിക് ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ. ചില സമയങ്ങളിൽ ആ ആറ്റിക്കിൻ്റെ മുകളിൽ കുറച്ച് ലഗേജസ് കൊണ്ടുവെക്കുന്നതും അത് എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ നമ്മളുടെ ഈ പറയുന്ന സ്പിൽസ്മാന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്പിൽസ്മാനോട് ആ ഒരു ലോഫ്റ്റിൽ കയറി ഒളിച്ചോളാൻ പറഞ്ഞതുകൊണ്ട് അയാൾക്ക് കുറേ ഉപകാരങ്ങളുണ്ടായി. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ. ഒളിച്ചിരിക്കാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത ആ സ്ഥലം, അല്ലെങ്കിൽ ആ പട്ടാളക്കാരൻ സെലക്ട് ചെയ്ത സ്ഥലം എന്തായാലും നന്നായി. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ഇതുവരെ അങ്ങോട്ട് വന്നിട്ടുള്ള പട്ടാളക്കാർ ആരും തന്നെ ആ ലോഫ്റ്റ് ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ഓൺ 12th December ദ ഓഫീസർ കെയിം ഫോർ ദ ലാസ്റ്റ് ടൈം. അങ്ങനെ ഡിസംബർ 12-ന് ആ ഒരു പട്ടാളക്കാരൻ അവസാനമായിട്ട് നമ്മളുടെ സ്പിൽസ്മാനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. ഹി ബ്രോട്ട് മീ ലാർജർ സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ ആൻഡ് വാം എ ഡൗൺ. അപ്പോൾ അദ്ദേഹം ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ധാരാളം ബ്രെഡും കൊണ്ട്, ഭക്ഷണവും കൊണ്ടാണ് അദ്ദേഹം വന്നത്. അതുപോലെ തന്നെ എയ്ഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക, നമ്മളുടെ കിടക്ക അറയ്ക്കാണ്, അല്ലെങ്കിൽ കിടക്ക വിരിക്കാണ് എയ്ഡ് ഡൗൺ എന്ന് പറയുക. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടക്ക വിരിയും കൊണ്ടായിട്ടായിരുന്നു അദ്ദേഹം എനിക്ക് വേണ്ടി അങ്ങോട്ട് വന്നിരുന്നത്. ഹി ടോൾ മീ ഹി വാസ് ലീവിങ് വാർസോ ആൻഡ് വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രൂപ്പും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പട്ടാളക്കാരെല്ലാവരും വാർസോ വിട്ട് പോവുകയാണ്, ഇവിടുത്തെ ദൗത്യമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലൂസ് ഹേർട്ട്. എന്നിട്ട് അദ്ദേഹം വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ വേണ്ടി പോവാണ്, അപ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണമെന്ന് ആ പട്ടാളക്കാരൻ സ്പിൽസ്മാനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്? ഐ ആസ്ക്ഡ് ആങ്ഷ്യസ്ലി. അപ്പോൾ നമ്മൾ സ്പിൽസ്മാൻ ചോദിച്ചു, ഈ സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൽ ഞാൻ എങ്ങനെയാണ് സർവൈവ് ചെയ്യുക, അതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക? ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ഇൻ ദിസ് ഇൻഫേർണോ ഫോർ ഓവർ 5 years, he replied.
ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ എസ് ടു ലിവ്. അപ്പം നമ്മളുടെ ആ ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, ഇത്രയും ദിവസം ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ നരകമെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ജീവിച്ചു. അപ്പോൾ ദൈവത്തിന് ഒരു നിശ്ചയമുണ്ട് നമ്മൾ ജീവിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആ ഒരു സ്ട്രീറ്റ് ഫൈറ്റൊക്കെ നീ സർവൈവ് ചെയ്തോളുമെന്ന് പട്ടാളക്കാരൻ സ്പിൽസ്മാനോട് പറഞ്ഞു. വി ഹാഡ് ഓൾറെഡി സെഡ് ഗുഡ് ബൈ. ഞങ്ങൾ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിരുന്നു. ആസ് ഹി വാസ് എബൌട്ട് ടു ഗോ, അദ്ദേഹം അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന ആ സമയത്ത്, വെൻ ആൻ ഐഡിയ കെയിം ടു മീ അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, അവസാന നിമിഷം എനിക്കൊരു ആശയം, എൻ്റെ ഉള്ളിലൊരു ഐഡിയ വന്നു. ഐ ഹാഡ് ലോങ് ബീൻ ട്രാക്കിംഗ് മൈ ബ്രെയിൻസ് ഫോർ സം വേ ഓഫ് ഷോയിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ തന്നെ രക്ഷിച്ച ആ ഒരു പട്ടാളക്കാരനോട്, അതും എന്താണ് ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ഒരു പട്ടാളക്കാരനാണ്, അപ്പോൾ അദ്ദേഹത്തിനോട് തൻ്റെ നന്ദി കാണിക്കാൻ, എങ്ങനെയാണ് ആ നന്ദി അറിയിക്കുക എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ റാക്ക് ചെയ്തു. അതായത് എന്താ പറയുക, ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജൻറ്റ്ലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഐ നെവർ ടോൾഡ് യു മൈ നെയിം. ഞാൻ എൻ്റെ പേര് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. യു ഡിഡിൻ ആസ്ക് മീ. നിങ്ങൾ എന്നോടത് ചോദിച്ചിട്ടുമില്ല. ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. പക്ഷേ നിങ്ങൾ എൻ്റെ പേര് ഓർത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹൂ നോസ് വാട്ട് മേ ഹാപ്പൻ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം. നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചെത്താൻ കുറേ ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്. ഇഫ് ഐ സർവൈവ്, ഞാനിവിടെ രക്ഷപ്പെടുകയാണെങ്കിൽ, ഐ വിൽ സെർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. ഞാൻ ഇവിടെ പോളിഷ് റേഡിയോയിൽ, ഈ പോളണ്ടിലുള്ള റേഡിയോയിൽ ഞാൻ വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഐ വാസ് ദ ബിഫോർ ദ വോർ. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ റേഡിയോയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ, നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് സഹായിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, റിമെമ്പർ മൈ നെയിം, എൻ്റെ പേര് നിങ്ങൾ ഓർക്കണം. സ്പിൽസ്മാൻ, പോളിഷ് റേഡിയോ. പോളിഷ് റേഡിയോയിൽ, പോളണ്ട് റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സ്പിൽസ്മാൻ എന്ന് നിങ്ങൾ ഓർക്കണം. ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ. എപ്പോഴുമുള്ള പോലെ തന്നെ ഒരു ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഹാഫ് ഷൈ ആൻഡ് എംബാരസ്ഡ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചെറിയൊരു നാണത്തോട് കൂടിയിട്ടുള്ള ഒരു ചിരിയായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൻ ഹിം പ്ലെഷർ വിത്ത് മൈ നെയ്വ് വിഷ് ടു ഹെൽപ്പ് ഹിം. അപ്പം ഞാൻ പറഞ്ഞ വളരെ എന്താ പറയുക, ചെറിയൊരു സഹായമാണ് ഞാൻ ഓഫർ ചെയ്തിട്ടുള്ളത്. ആ ഒരു വാക്കുകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഉള്ള ആ കടം തീർക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്ന്, അദ്ദേഹത്തിനൊരു സന്തോഷം നൽകാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ, അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ചിരി കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി. ദ ഫസ്റ്റ് ഹാർട്ട് ഫ്രോസ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ദി ഡിസംബർ. അങ്ങനെ ആ ഡിസംബറിൻ്റെ പകുതിയൊക്കെ ആയപ്പോഴേക്കും ആ മഞ്ഞുകാലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് കെയിം. അങ്ങനെ പതിയെ ക്രിസ്മസ് ആയി. ദെൻ ദ ന്യൂ ഇയർ 1945. അങ്ങനെ 1945 ആ ന്യൂ ഇയറും വന്നു. ദ 6th ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഓഫ് ദ വാർ. ആ യുദ്ധം തുടങ്ങിയിട്ട് 6 വർഷങ്ങളായി. ആ 6 വർഷത്തിനിടയിലുള്ള ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വന്നു. ആൻഡ് ദ വേഴ്സ്റ്റ് ഐ ഹാഡ് നോൺ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിരുന്നു ഇത്. ഐ ലേ ഇൻ ദ ഡാർക്ക്. ഞാൻ ആ ഇരുട്ടിൽ തന്നെ ഇങ്ങനെ കിടന്നു. ലിസണിങ് ടു ദ സ്റ്റോമി വിൻഡ്. പുറത്ത് വീശുന്ന ആ തണുത്ത കാറ്റിൻ്റെ, ആ ഒരു കൊടുങ്കാറ്റിൻ്റെ ശബ്ദം ഞാനിങ്ങനെ കേട്ടു. ഐ ഹേർഡ് ദ സ്ക്വീക്കിംഗ് ആൻഡ് റെസ്ലിംഗ് ഓഫ് റാറ്റ്സ് ആൻഡ് മൈസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ ആറ്റിക്. അപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ആറ്റിക്കിൻ്റെ മുകളിൽ, ആ ആറ്റിക്കിൻ്റെ പുറത്ത് ഇങ്ങനെ ആ ഒരു എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിൻ്റെ ആ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇൻ മൈ മൈൻഡ് ഐ വെൻറ്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ദ ഡ്യൂറിങ് ദ വോർ. യുദ്ധത്തിന് മുൻപ് എൻ്റെ ജീവിതത്തിലുണ്ടായ ആ ക്രിസ്മസ് ഓർമ്മകളിലേക്ക് എൻ്റെ മനസ്സ് പതുക്കെ പോകാൻ വേണ്ടി തുടങ്ങി. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം. തുടക്കത്തിൽ എനിക്കൊരു വീടുണ്ടായിരുന്നു. പാരൻസ്, 2 സിസ്റ്റേഴ്സ് ആൻഡ് എ ബ്രദർ. എനിക്ക് പാരൻസ് ഉണ്ടായിരുന്നു, എൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, 2 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനിമോ. പിന്നെ ഞങ്ങൾക്ക് പതുക്കെ ആ വീട് നഷ്ടമായി. ബട്ട് വി വർ ടുഗദർ. വീട് നഷ്ടമായെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് എലോൺ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്കായി. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. പക്ഷേ മറ്റുള്ള ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ഐ സപ്പോസ് ദാൻ എനി വൺ എൽസ് ഇൻ ദ വേൾഡ്. അപ്പോൾ എൻ്റെ ഈ ഏകാന്തത എന്ന് പറയുന്നത് ലോകത്ത് മറ്റാരും അനുഭവിക്കാത്ത രീതിയിലുള്ളൊരു ഏകാന്തതയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഐ ഹാഡ് ടു ബി അലോൺ. ഞാൻ ഒറ്റയ്ക്കായിരിക്കണം. എൻറ്റയർലി അലോൺ. തീർച്ചയായും ഒറ്റയ്ക്കായിരിക്കണം. ഇഫ് ഐ വാണ്ടഡ് ടു ലിവ്. എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നേ മതിയാകൂ. ഓൺ 14th January അൺയൂഷ്വൽ നോയ്സസ് ഇൻ ദ ബിൽഡിംഗ് ആൻഡ് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ് വോക്ക് മീ. അങ്ങനെ ജനുവരി 14 ആയപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്ത് നിന്ന് അസാധാരണമായ ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മളുടെ സ്പിൽസ്മാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. സോൾജിയേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയേഴ്സ്. പട്ടാളക്കാർ ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റെയേഴ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കും താഴേക്കും ഓടുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ ഹേർഡ് അജിറ്റേറ്റഡ് നെർവസ് വോയിസസ്. വളരെ ദേഷ്യം പിടിച്ചിട്ടുള്ള, നെർവസ് ആയിട്ടുള്ള ആ പട്ടാളക്കാരുടെ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഏർലി ഇൻ ദ മോർണിംഗ് ഓഫ് 15th January ദ സൗണ്ട് ഓഫ് ദ ആർട്ടിലറി ഫ്രം ദ പ്രീവിയസ്ലി സൈലൻറ്റ് ഫ്രണ്ട് വാസ് ഹേർഡ്. അങ്ങനെ 15-ാം തീയതി, ജനുവരി 15-ാം തീയതി
കുറേ കാലങ്ങൾക്ക് ശേഷം ആ നിശബ്ദതയിൽ നിന്ന് വീണ്ടും വെടിയൊച്ചകളുടെ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു തുടങ്ങി. ദ ഗ്രൗണ്ട് ആൻഡ് ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ഷുക്ക് അണ്ടർ ദ കോൺസ്റ്റൻറ്റ് ഡൾ തണ്ടർ. അപ്പോൾ അവിടെ അങ്ങനെ വീണ്ടും ഒരു ഫൈറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ബുള്ളറ്റുകളുടെ അല്ലെങ്കിൽ ആ ഒരു വെടിയൊച്ചകളൊക്കെ കൊണ്ട് ആ ഒരു ബിൽഡിംഗ് ഇങ്ങനെ കുലുങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി. 3 hours later, 3 മണിക്കൂറുകൾക്ക് ശേഷം ഹെവി ആർട്ടിലറി ഫയർ ഡൈഡ് ഡൗൺ എഗെയിൻ. വീണ്ടും ആ വെടിയൊച്ചകളൊക്കെ നിന്നു. ബട്ട് ഐ വാസ് നെർവസ് ആസ് എവർ. ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെ വളരെ പേടിയോട് കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ അറ്റ് ദാറ്റ് നൈറ്റ്. ആ രാത്രിയിൽ എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെൻറ്റ്. ഏത് സമയവും വീണ്ടും ആ ഒരു യുദ്ധം തിരിച്ച് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഐ കുഡ് ബി കിൽഡ്. ഞാൻ മരിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ദ നൈറ്റ് പാസ്റ്റ് പീസ്ഫുള്ളി. പക്ഷേ ആ രാത്രി വളരെ സമാധാനപൂർവ്വമായിട്ട് കടന്നുപോയി. അറൗണ്ട് 1 o'clock ഐ ഹേർഡ് ദ റിമൈനിങ് ജർമൻസ് ലീവിങ് ദ ബിൽഡിംഗ്. ഏകദേശം 1 മണിയായ സമയത്ത് ആ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന ബാക്കി ജർമ്മൻ ഓഫീസേഴ്സ് എല്ലാം, ആ പട്ടാളക്കാരെല്ലാവരും അവിടെ നിന്ന് പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. സൈലൻസ് ഫെൽ. വീണ്ടും നിശബ്ദമായി. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ദ ഗാർഡ്സ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തു പോലും ഒരു ഗാർഡിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഫുഡ് സ്റ്റെപ്സിൻ്റെയോ സൗണ്ടുകളൊന്നും തന്നെ കേൾക്കാനുണ്ടായിരുന്നില്ല. നോട്ട് അണ്ടിൽ ദ ഏർലി അവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ വാസ് ദ സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് ആൻഡ് റെസൊണന്റ് നോയ്സ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ, അതും ഏർലി മോർണിംഗിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉറക്കം കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രീറ്റിൻ്റെ സൈലൻസ് ഭേദിച്ചുകൊണ്ട് വലിയൊരു ശബ്ദം, ഒരു റെസൊണന്റ് നോയ്സ്, ഒരു എക്കോ അടിക്കുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടി തുടങ്ങി. ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. ഞാൻ ഇത്രയും കാലമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ശബ്ദമായിരുന്നു അത്. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റപ്പ് സംവേർ നിയർ ബൈ were broadcasting announcements in Polish of the defeat of Germany and the liberation of Warsaw. അപ്പോൾ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ശബ്ദം എന്ന് പറയുന്നത്? അവിടെ ഉണ്ടായിരുന്ന റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ വാർസോ യുദ്ധത്തിൽ വിജയിച്ചതായിട്ടും പോളണ്ട് യുദ്ധത്തിൽ വിജയിച്ചതായിട്ടും വാർസോ ഫ്രീ ആക്കപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെയുള്ള ആ ഒരു പ്രക്ഷേപണങ്ങൾ നടക്കുന്ന ശബ്ദമായിരുന്നു നമ്മളുടെ സ്പിൽസ്മാൻ അവിടെ കേട്ടിട്ടുണ്ടായിരുന്നത്. ദ ജർമൻസ് ഹാഡ് വിത്ഡ്രോൺ വിത്തൗട്ട് എ ഫൈറ്റ്. വലിയൊരു ഫൈറ്റൊന്നും നടത്താതെ ജർമൻസ് ആ ഒരു തോൽവി സമ്മതിച്ചു. ആസ് സൂൺ ആസ് ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലൈറ്റ്, അങ്ങനെ പതിയെ വെളിച്ചം വന്നു തുടങ്ങിയ സമയത്ത് ഐ പ്രിപ്പയർഡ് ഫീവറിഷ്ലി ഫോർ ദ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചു. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. അപ്പോൾ നല്ല ഒരു വിൻ്റർ സീസണാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു വിൻ്റർ സീസണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്പിൽസ്മാൻ്റെ ആ ഒരു കൂട്ടുകാരനായിട്ടുള്ള ജർമ്മൻ സോൾജിയർ അദ്ദേഹത്തിൻ്റെ ഓവർകോട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓവർകോട്ടൊക്കെ എടുത്തിട്ടുകൊണ്ടാണ് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. I had already put it on and when suddenly heard the rhythmic footsteps of guards out in the road again. അപ്പോൾ ഞാൻ ആ ഒരു കോട്ടൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ പുറത്തായിട്ട് ഈ പറയുന്ന പട്ടാളക്കാരുടെ ആ ഒരു ഫുഡ് സ്റ്റെപ്പുകൾ ഞാൻ കേട്ടു. റിതമിക് ആയിട്ടുള്ള ഒരു മാർച്ച് പരേഡ് പോകുന്നത് പോലുള്ള ആ ഒരു റിതമിക് ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പുകൾ ഞാൻ കേട്ടു. ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിത്ഡ്രോൺ ദെൻ? അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, അപ്പം ഈ പോളണ്ടിൻ്റെയും സോവിയറ്റിൻ്റെയും ഒന്നും പട്ടാളക്കാർ ഇതുവരെ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലേ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ഐ സാങ്ക് ഓൺ മൈ മാട്രസ് അറ്റർലി ഡിജക്റ്റഡ്. വളരെ സങ്കടത്തോടു കൂടി ഞാൻ തിരിച്ച് എൻ്റെ ആ ഒരു കിടക്കയിലേക്ക് വന്ന് മുഖമൊക്കെ പൊത്തിക്കിടന്നു. ആൻഡ് ലേ ദ അണ്ടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്. അവിടെ കിടന്നുകൊണ്ട് പുതിയൊരു കാര്യം എൻ്റെ ചെവിയിലേക്ക് എത്തുന്നതുവരെ ഞാൻ അങ്ങനെ കിടക്കുകയായിരുന്നു. ദ വോയിസസ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ. സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ശബ്ദമാണ് ഞാൻ കേട്ടത്. അറ്റ് ഓൾ കോസ്റ്റ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. എന്ത് വില കൊടുത്തായാലും പുറത്തെന്താണ് നടക്കുന്നതെന്നതിനെക്കുറിച്ച് എനിക്ക് അറിയണം. ഐ റാൻ ഡൗൺ സ്റ്റെയർസ്. ഞാൻ താഴേക്ക് ഇറങ്ങി ഓടി. പുട്ട് മൈ ഹെഡ് ഔട്ട് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ഞാനതിൻ്റെ ആ ഒരു മുൻവാതിലൂടെ തല പുറത്തേക്കിട്ടിട്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. നല്ല മഞ്ഞ് വീഴുന്ന ഒരു മോർണിംഗ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ വലിയ തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ടു മൈ ലെഫ്റ്റ്, നോട്ട് ഫാർ എവേ, എൻ്റെ ഇടതുവശത്തായിട്ട്, അധികം ദൂരമൊന്നും അല്ല, സ്റ്റുഡ് എ വുമൻ സോൾജിയർ. ഒരു വുമൻ സോൾജിയർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇൻ എ യൂണിഫോം ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. അപ്പം അത്ര ദൂരെയൊന്നും അല്ലെങ്കിലും അവരിട്ടിരിക്കുന്ന യൂണിഫോം ഏത് ട്രൂപ്പിൻ്റെ യൂണിഫോമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം മങ്ങിയ വെളിച്ചം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എ വുമൻ വിത്ത് ബണ്ടിൽ ഓൺ ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. എൻ്റെ വലതുവശത്ത് നിന്ന് ഒരു സ്ത്രീ പുറത്ത് വലിയൊരു ബാണ്ടക്കെട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. വെൻ ഷീ കെയിം ക്ലോസർ, എൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് ഐ വെഞ്ചേർഡ് ടു സ്പീക്ക് ടു ഹർ. അവളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഹലോ എക്സ്ക്യൂസ് മീ, ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ്. വളരെ ശബ്ദം താഴ്ത്തി അവരോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഹലോ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് തുടങ്ങി. ബെക്കണിങ് ഹർ ഓവർ. എന്നിട്ടോ അവരെ ഇങ്ങനെ കൈ കാട്ടി അടുത്തേക്ക് വിളിക്കുകയും ചെയ്തു. ഷീ സ്റ്റെയർഡ് അറ്റ് മീ, ഡ്രോപ്ഡ് ഹർ ബണ്ടിൽ ആൻഡ് ടുക്ക് ഹർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ് എ ജർമൻ. അപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ കുറച്ച് തന്നെ തുറച്ചു നോക്കി. എന്നിട്ട് അവരുടെ പുറത്തുണ്ടായിരുന്ന ആ ബണ്ടിൽ, ആ ഒരു ഭാണ്ഡം താഴെ ഇട്ടുകൊണ്ട് ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് ഈ ഒരു ജർമ്മൻകാരൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഓടി. ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ്, സോ മീ, എയിംഡ് ആൻഡ് ഫയർഡ് ഹർ മെഷീൻ പിസ്റ്റൾ.
അപ്പോൾ എന്ത് ചെയ്തു, അടുത്തുണ്ടായിരുന്ന ആ സോൾജിയർ അത് കേട്ടിട്ട് എന്നെ നോക്കി, എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് എന്നെ വെടിവെക്കുകയും ചെയ്തു. ദ ബുള്ളറ്റ് ഹിറ്റ് ദ വാൾ. ആ ബുള്ളറ്റ് കൊണ്ടത് അടുത്തുണ്ടായിരുന്ന ആ ഒരു ചുമരിലായിരുന്നു. ആൻഡ് വിതൗട്ട് തിങ്കിങ്, അധികം ഒന്നും ചിന്തിക്കാതെ, ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റെയേഴ്സ് ആൻഡ് ടുക്ക് റെഫ്യൂജ് ഇൻ ദ ആറ്റിക്. ഞാൻ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടി കയറിയിട്ട് ആ ഒരു തട്ടിൻപുറത്ത് അഭയം പ്രാപിച്ചു. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ ആ ചെറിയ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയ സമയത്ത് ഐ സോ ദാറ്റ് ദ ഓൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. ഞാൻ താമസിക്കുന്ന ആ ബിൽഡിംഗ് മൊത്തത്തിൽ ആ ഒരു പോളിഷ് പട്ടാളക്കാരെ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക സറൗണ്ട് ചെയ്തിരിക്കുകയാണ്. I heard soldiers calling to each other and then the sound of the shots and exploding hand grenades. അപ്പോൾ ആ പോളിഷ് പട്ടാളക്കാർ, ആ പോളണ്ട് പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതും സംസാരിക്കുന്നതും അതുപോലെ വെടിവെക്കുന്നതും ഗ്രനേഡുകൾ വലിച്ചെറിയുന്ന ശബ്ദമൊക്കെ എനിക്ക് കേൾക്കാൻ വേണ്ടി തുടങ്ങി. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജിയേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർസോ. അങ്ങനെ അയാൾ സ്വയം ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് സ്വന്തം രാജ്യം അതിൻ്റെ ഫ്രീഡം ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ആ പട്ടാളക്കാർ തന്നെ എന്നെ കൊല്ലാൻ വേണ്ടി പോവാണ്. ആൻഡ് ഓൺ ദ വെരി വേർജ് ഓഫ് ഫ്രീഡം, ആ ഒരു ഫ്രീഡത്തിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ സ്വന്തം പട്ടാളക്കാരുടെ വെടികൊണ്ട് ഞാൻ മരിക്കാൻ വേണ്ടി പോവാണ്. ഫീവറിഷ്ലി ഐ ബിഗാൻ ടു വണ്ടർ. ഞാനിങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ് ദാറ്റ് ഐ വാസ് പോളിഷ് ബിഫോർ ദേ ഡിസ്പാച്ച് മീ ടു ദ നെക്സ്റ്റ് വേൾഡ് ആസ് എ ജർമൻ ഇൻ ഹൈഡിങ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് അവരെന്നെ കൊന്ന് പരലോകത്തേക്ക് അയക്കുന്നതിന് മുമ്പ് ഞാനൊരു പോളിഷുകാരനാണ്, ഞാനൊരു പോളണ്ടുകാരനാണെന്ന് അവരെങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദ സ്റ്റെയേഴ്സ്. ഞാനങ്ങനെ പതിയെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. ഷൗട്ടിങ് ആസ് ലൗഡ് ആസ് ഐ കുഡ്. എന്നെക്കൊണ്ട് സാധിക്കുന്ന അത്രയും ഉച്ചത്തിൽ അലറിക്കൊണ്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങിയത്. ഡോണ്ട് ഷൂട്ട്, ഐ എം പോളിഷ്. എന്നെ വെടിവെക്കരുത്, ഞാനൊരു പോളണ്ടുകാരനാണ് എന്ന് ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് നമ്മളുടെ സ്പിൽസ്മാൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു. വെരി സൂൺ ഐ ഹേർഡ് എ സ്വിഫ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ക്ലൈംബിംഗ് ദ സ്റ്റെയേഴ്സ്. പെട്ടെന്ന് തന്നെ ഞാൻ ആ പട്ടാളക്കാരുടെ ആ ഒരു ബൂട്ട്സിൻ്റെ സൗണ്ടൊക്കെ ഞാൻ കേൾക്കാൻ വേണ്ടി തുടങ്ങി. ആ സ്റ്റെയർ കയറി വരുന്ന അവരുടെ ആ ഒരു ഫുഡ് സ്റ്റെപ്സ് ഒക്കെ ഞാൻ കേട്ടു തുടങ്ങി. ദ ഫിഗർ ഓഫ് എ യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം വിത്ത് എ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പ്. എൻ്റെ മുൻപിൽ ഒരു പോളിഷ് പട്ടാളത്തിൻ്റെ ആ ഒരു യൂണിഫോം അണിഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ ആ ഒരു ഈഗിളിൻ്റെ ചിഹ്നമുള്ള തൊപ്പിയൊക്കെ വെച്ച ഒരു യങ് ആയിട്ടുള്ള ഒരു പട്ടാളക്കാരൻ എൻ്റെ മുന്നിലേക്ക് വന്നു. കെയിം ഇൻ ടു വ്യൂ. ഹി പോയിൻറ്റഡ് എ പിസ്റ്റൾ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ്. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പിസ്റ്റൾ ചൂണ്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞു, ഹാൻഡ്സ് അപ്പ്. എൻ്റെ കൈകൾ ഉയർത്താൻ ആവശ്യപ്പെട്ടു. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ് ഡോണ്ട് ഷൂട്ട്, ഐ എം പോളിഷ്. അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ വെടിവെക്കരുത്, ഞാനൊരു പോളിഷുകാരനാണ് എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദ ല്യൂട്ടനൻറ്റ് വെൻ റെഡ് വിത്ത് ഫ്യൂരി. അദ്ദേഹത്തിന് ദേഷ്യം വന്നു, അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ചുവന്നു തുടുത്തു. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ. നിങ്ങളൊരു പോളിഷുകാരനാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നില്ല എന്ന് അദ്ദേഹത്തിനോട് ഹി റോഡ്, എന്നോട് അലറി വിളിച്ചു. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമൻ കോട്ട്. ഒരു ജർമൻ കോട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചു. Only when the soldiers had taken closer look at me and reviewed the situation did they really believe I was in German. അതിനുശേഷം പട്ടാളക്കാർ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു ആറ്റിക്കിൻ്റെ മുകളിൽ പോയി പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് അവർ ശരിക്കും വിശ്വസിച്ചത് ഞാനൊരു ജർമ്മൻകാരനല്ല, ഞാനൊരു പോളണ്ടുകാരനാണെന്നുള്ള കാര്യം അവർ വിശ്വസിച്ചത്. Then they decided to take me their headquarters so that I could wash and have a meal. അതിനുശേഷം അവരെന്നെ കൊണ്ടുപോയത് ആ ഒരു പട്ടാളത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കായിരുന്നു. അവിടെ ചെന്നിട്ട് എനിക്ക് കുളിക്കാനും ഇഷ്ടമുള്ള പോലെ ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യം അവർ തയ്യാറാക്കി തന്നു. ആഫ്റ്റർ 2 weeks, അങ്ങനെ 2 ആഴ്ചകൾക്ക് ശേഷം, വെൽ കെയർഡ് ഫോർ ബൈ മിലിറ്ററി, അങ്ങനെ ആ ഒരു മിലിറ്ററിയുടെ പരിചരണമൊക്കെ കിട്ടിയ ശേഷം, ഐ വർക്ക് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് വാർസോ വിതൗട്ട് ഫിയർ. വാർസോയുടെ തെരുവുകളിലൂടെ ഒരു ഭയവുമില്ലാതെ ഞാനിങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങി. എ ഫ്രീ മാൻ, സ്വതന്ത്രനായ ഒരു മനുഷ്യനെ പോലെ. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾമോസ്റ്റ് 6 years, കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഭയമില്ലാതെ ഒരു സ്വതന്ത്രനായി ഇങ്ങനെ നടക്കാൻ വേണ്ടി കഴിയുന്നത്. ഐ ലുക്ക്ഡ് ഓവർ ടു ദ നോർത്ത് ഓഫ് ദ സിറ്റി വേർ ദ ഗെറ്റോ ഹാഡ് ബീൻ. അങ്ങനെ ഞാൻ നടക്കുന്ന സമയത്ത് ആ സിറ്റിയുടെ നോർത്ത് സൈഡിലേക്ക് ഞാനിങ്ങനെ നോക്കി. അവിടെയാണ് ഗെറ്റോ, അതായത് ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ തടവിൽ പാർപ്പിച്ച് കൊന്നു കളഞ്ഞിരുന്ന ആ സ്ഥലം അവിടെയായിരുന്നു. വേറെ 500,000 Jews ഹാഡ് ബീൻ മർഡേർഡ്. അവിടെ വെച്ചിട്ട് ഏകദേശം 500,000 ആൾക്കാരെ, ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. There was nothing left to eat. ഇപ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ല. ടുമോറോ ഐ മസ്റ്റ് ബിഗിൻ എ ന്യൂ ലൈഫ്. നാളെ ഞാനൊരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി പോവാണ്. വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. ആ പിറകിൽ വിട്ടിട്ട് വന്ന ആ മരണം മാത്രമാണ് എൻ്റെ കൈമുതലായിട്ടുള്ളത്. ഐ വെൻറ്റ് മൈ ഓൺ വേ. അങ്ങനെ ഞാൻ എൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ സ്പിൽസ്മാനെ സഹായിച്ച ആ ഒരു ജർമ്മൻ പട്ടാളക്കാരൻ വിൽം ഹൊസൻഫീൽഡ് എന്ന് പറയുന്ന സോൾജിയർ ആയിരുന്നു. അദ്ദേഹം ആ ഒരു സ്പിൽസ്മാനെ മാത്രമായിരുന്നില്ല, ധാരാളം ആൾക്കാരെ ഈ യുദ്ധസമയത്ത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഹി വാസ് ക്യാപ്ചേർഡ് ബൈ ദ റെഡ് ആർമി ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ വാർ. ആ യുദ്ധത്തിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴേക്കും റഷ്യൻ സോൾജേഴ്സ് അദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഹി കുഡ് നോട്ട് കൺവിൻസ് ദ സോവിയറ്റ് ആർമി ദാറ്റ് ഹി ഹാഡ് ഹെൽപ്ഡ് സേവ്ഡ് മെനി പോളിഷ് പീപ്പിൾ ആൻഡ് ജ്യൂസ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ആ ഒരു റെഡ് ആർമിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. അതായത് താൻ എല്ലാവരെയും സഹായിക്കുകയാണ് ചെയ്തത്, കൊല്ലുകയല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. സ്പിൽസ്മാൻ ഓൾസോ ട്രൈഡ് ഇൻ മെനി വേയ്സ് ആൻഡ് പെറ്റീഷൻ ഫോർ ഹിസ് റിലീസ്. അപ്പോൾ നമ്മുടെ സ്പിൽസ്മാൻ ആണെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരാതികളൊക്കെ ധാരാളം കൊടുത്തെങ്കിൽ പോലും അതൊന്നും ഒരു ഫലവത്തായിട്ട് മാറിയില്ല. ബട്ട് ദ സോവിയറ്റ് അതോറിറ്റീസ് റെഫ്യൂസ്ഡ് ഹിസ് റിലീസ്. ആ ഒരു പട്ടാളക്കാരനെ മോചിപ്പിക്കാൻ സോവിയറ്റ് ആർമി തയ്യാറായിരുന്നില്ല. ആൻഡ് ഹി ഡൈഡ് ഇൻ എ സോവിയറ്റ് പ്രിസൺ ഇൻ 1952. 1952 സോവിയറ്റ് പ്രിസണിൽ വെച്ചിട്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് കാണുന്നവരേക്കും ദിസ് ഈസ് അനിൽ വി സൈനിങ് ഓഫ്. ബൈ ബൈ.